ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ പാർവതീനെയും അതുപോലെ തന്നെ പ്രിയനെയും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാബിനിൽ എല്ലാവരും കൂടിയിട്ട്. മുക്ത പറയണ്ട്, കൈലാസേ നീ ഇങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെ ശരിയാകും, നീ മറുപടി പറ എന്ന് പറയുമ്പോഴേക്കും കരുനാഗൻ സാറും അതുപോലെ തന്നെ അരവിന്ദും പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ഇവിടെയുള്ള ഈ സ്ഥാപനം ഇങ്ങനെ വൃത്തികേടാക്കി ഇവരെ വെച്ചോണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. മുമ്പ് ഇതുപോലെ കുറ്റം ചെയ്തവൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയില്ലേ, അതുപോലെ ഇവരെയും അടിച്ചു പുറത്താക്കണമെന്ന് അരവിന്ദ് പറയുമ്പോൾ കരുനാഗൻ സാറ് പറയണ്ട, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇത് ബാക്കിയുള്ളവർക്കും കൂടി ഒരു ഒരു ഇതാവട്ടെ, കാരണം ഇപ്പൊ ഇവരെ ക്ഷമിച്ചു വിട്ടണ ബാക്കിയുള്ളവർക്കും കൂടി അതൊരു തരമാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ കൈലാസ് സാർ ഒന്നും പറയാത്തതെന്ന് കരുനാഗൻ പറയുമ്പോൾ, ശരിയാ, ശിക്ഷ കൊടുക്കണം, തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കണം എന്ന് പറയുമ്പോൾ പാർവതിയും അതുപോലെ തന്നെ പ്രിയനും ആകെ ഷോക്കായിട്ട് നിൽക്കാട്ടോ. അപ്പൊ അതിനുശേഷം കൈലാസ് പറയണ്ടേ, ശിക്ഷ കൊടുക്കേണ്ടത് തെറ്റ് ചെയ്തവർക്കല്ലേ, ഇവര് തെറ്റ് ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മുക്തിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറാട്ടോ. പാർവതിക്കും പ്രിയനും ഭയങ്കര സന്തോഷമാവാണ്. അവർ പരസ്പരം മുഖത്തൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കൈലാസ് എന്ന് പ്രിയൻ പറയുമ്പോഴേക്കും, അതെ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിക്കുന്നില്ല, പിന്നെ എന്റെ കയ്യിൽ തെളിവും കാര്യങ്ങളൊന്നും ഇല്ല, തെളിവ് കിട്ടുന്നിടത്തോളം കാലം നിങ്ങൾ തെറ്റുകാർ തന്നെയാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഈ തെറ്റ് മറ്റുള്ളവർ തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണം. അവിടെയാണ് പ്രിയ തന്റെ കഴിവ് താൻ തെളിയിക്കേണ്ടത്. താൻ എന്തൊക്കെ വന്നാലും ഇതൊരു തെറ്റിദ്ധാരണയാണ്, മറ്റുള്ളവർ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പാർവതിയുടെ മാനത്തിന് നമ്മൾ വില കൊടുക്കണം. അതുകൊണ്ട് തന്നെ താൻ ഇത് തെളിയിക്കണം. തീർച്ചയായിട്ടും സർ, ഇതിനെ പിന്നിൽ കളിച്ചവർ ആരാണെന്ന് ഞാൻ തെളിയിക്കും. ശരി, നിങ്ങൾ പോയി വർക്ക് ചെയ്തോ എന്ന് പറയാണ്. അങ്ങനെ പ്രിയനും പാർവതി ആയിരുന്നു പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് പ്രിയൻ കരുനാഗൻ സാറിന് കൊഞ്ചനും കുത്തിയിട്ടാണ് പോകുന്നത്. അപ്പൊ കരുനാഗൻ പറഞ്ഞു, പക്ഷേ എന്ത് പണിയാ സാറേ കാണിച്ചത്, അവരെ ശിക്ഷിച്ചിട്ട് ഇവിടെ അടിച്ചു പുറത്താക്കാൻ പാടില്ലേ? എടോ, ഇവിടെ ഈ കമ്പനി ആരുടെയാ, തന്റെ ആണോ എന്റെ ആണോ? അത് കൈലാസ് സാറിന്റെ എങ്കിലെ താൻ മിണ്ടാതിരിക്കെ, ഇവിടെ എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് കൈലാസ് അവിടെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം കരുനാഗനോടും അതുപോലെ തന്നെ മുക്ത എടുത്തൊക്കെ അവിടെ നിന്ന് പോയിക്കോളാൻ വേണ്ടി പറയുന്നുണ്ട്. മുക്ത എടുത്ത് കരുനാഗൻ പറയുന്നുണ്ട്, അതെ മുക്ത മേഡം പേടിക്കൊന്നും വേണ്ട, ഒരു ടെൻഷനും വേണ്ട, അവര് തെറ്റുകാരല്ല എന്നൊക്കെ നമ്മുടെ കൈലാസ് സാറ് പറഞ്ഞെങ്കിലും കൈലാസ് സാറിന്റെ മനസ്സിൽ എവിടെയൊക്കെയോ സംശയത്തിന്റെ ഒരു വിത്ത് പാകിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്തായാലും ഇതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടില്ലെങ്കിലും ഉടനെ തന്നെ ഒരു റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോഴേക്കും, താൻ എന്തൊക്കെയാണോ കരുനാഗൻ പറയണത്? അതേ മേഡം, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അതായത് ഇപ്പോ അവര് തെറ്റുകാരല്ല എന്നൊക്കെ കൈലാസ് സാർ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ കൈലാസാന്റെ മനസ്സിൽ നല്ല സംശയമുണ്ട്. പാർവതിയും പ്രിയനും തമ്മിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്ന് കൈലാസ് സാറ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേഡം നോക്കിക്കോ, ഇനി അവരെ എപ്പോഴും ഒരു സംശയത്തോടെ മാത്രമേ കൈലാസ് സാറ് നോക്കുള്ളൂ എന്ന് പറയുമ്പോൾ മുക്തക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. ആഹാ, അങ്ങനെയാണെങ്കിൽ കൊള്ളാലോ എന്ന രീതിയിൽ മുക്തയും ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ നിൽക്കണം. അപ്പൊ അരവിന്ദൻ പറയുന്നുണ്ട്, അതേ മുക്ത, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. കൈലാസ് ഇപ്പോ അവരെ സംശയമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അതാ പാർവതിയുടെ അടുത്തുള്ള പ്രണയം കൊണ്ട് അയാൾക്ക് തോന്നിയതാണ്. പക്ഷെ അയാളുടെ മനസ്സിൽ ശരിക്കും ഒരു സംശയം ഉടലെടുത്തിട്ടുണ്ട്. അതാ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്ന് അരവിന്ദു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവര് പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ. ചെറിയൊരു സംശയം കൈലാസിന്റെ മനസ്സിൽ വീണിട്ടുണ്ട്. കൊണ്ട് തന്നെ കൈലാസ് പിന്നീട് അങ്ങോട്ട് പ്രിയനെയും പാർവതിനെയും തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ക്യാബിനിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ പാർവതിയും പ്രിയനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയൻ വളരെ സന്തോഷത്തോടും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹത്തോടുമാണ് പാർവതി അടുത്ത് സംസാരിക്കുന്നത്. പാർവതി അങ്ങനെ തന്നെയാണ്, രണ്ടുപേരും കണ്ണോട് കണ്ണ് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ പ്രിയൻ അത് ചെറുതായിട്ടൊന്നും ദഹിക്കുന്നില്ല കേട്ടോ, ഒരു ഇഷ്ടക്കുറവ് പോലെ. പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ്, താൻ തന്റെ ഇഷ്ടം പാർവതി എടുത്ത് തുറന്നു പറയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. താൻ തന്റെ ഇഷ്ടം പാർവതി എടുത്ത് തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന് മനസ്സിലാക്കാട്ടോ പ്രിയൻ. അതെ, അതിന് ഇന്ന് തന്നെയാണ് പറ്റിയ അവസരം. ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ അതിനനുസരിച്ച് മാത്രമേ മറ്റുള്ളവർക്ക് പെരുമാറൂ. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ അവളടുത്ത് എൻ്റെ ഇഷ്ടം തുറന്നു പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് എന്തായാലും അവളോടുള്ള എൻ്റെ പ്രണയം പറഞ്ഞേ തീരൂ എന്ന് മനസ്സിലാക്കുന്ന കൈലാസ് പാർവതീനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ പാർവതി വരുന്നുണ്ട്. എന്താ സാർ ചോദിക്കുമ്പോൾ, പാർവതി, എനിക്കൊരു കോഫി വേണമായിരുന്നു, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം സർ എന്ന് പാർവതി പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ്. ഷോ, അവളോട് ഇത് എങ്ങനെയാ ഒന്ന് പറയാ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ കൈലാസ്. അതെല്ലാം തന്നെ മുക്ത ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കൈലാസ് സാർ എന്താ പതിവില്ലാതെ പാർവതി അടുത്ത് കോഫി കൊണ്ടുവരാനൊക്കെ പറയണത്? അത് മാത്രമല്ല, എന്തോ വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ കൈലാസ് സാറിന്. ഞങ്ങളെ പറഞ്ഞതൊക്കെ അപ്പാടെ വിശ്വസിച്ച് അവളെ ഒറ്റക്കിന്ന് വഴക്ക് പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുക്തി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ ഇവരുടെ സംസാരം. അങ്ങനെ പാർവതി ഒരു ഗ്ലാസ് ചായയായിട്ട് കൈലാസിന്റെ അടുത്തേക്ക് വരികയാണ്. കൈലാസ് സാർ, ഇന്ന സാർ ചായ. ചായ. പാർവതി, എന്താ സാർ?
പാർവതി പോവല്ലേ, എനിക്ക് പാർവതി അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്താ സർ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് പ്രിയൻ എന്തോ കാര്യത്തിന് വേണ്ടി കൈലാസിന്റെ റൂമിലേക്ക് ഇങ്ങനെ വരുവാ കേട്ടോ. ആ സമയത്ത് കൈലാസ് പറയുന്നുണ്ട്, അത് പാർവതി, ഞാൻ കുറച്ച് നാളായി തന്നോട് ഈ കാര്യം പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോ. എന്തോ പറ്റി സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ സർ, ഞാൻ ഇവിടുന്ന് പോണോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടെങ്കിൽ പറയട്ടോ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. എന്തായാലും എന്നെയും പ്രിയഞ്ചേട്ടനെയും കൈലാസ് സാർ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനം ഉണ്ടെന്ന് പറയുമ്പോൾ, അതൊന്നും അല്ലടോ കാര്യം. പിന്നെ എന്താ സർ എന്ന് ചോദിക്കുകയാണ്. അത് എനിക്ക് തന്നോട് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിങ്ങനെ പ്രൊപ്പോസ് ചെയ്യാനായിട്ടല്ല ഞാൻ നിന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്യണത് തന്നെയാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. സാർ എന്താ പറയുന്നത്? അത് ഐ ലവ് യു പാർവതി എന്ന് പറയാണ്. അത് കേൾക്കുന്നത് പാർവതി ഒന്ന് ഷോക്ക് ആവാണ്. അത് കേൾക്കുമ്പോൾ മുക്തയും അതുപോലെ തന്നെ അത് കേട്ടു വരുന്ന പ്രിയനും ആകെ വിഷമമാട്ടോ. സാർ എന്തേ പറയണത്? അതേ പാർവതി, ഞാൻ കുറെ നാളായി തന്നോട് ഇത് പറയാൻ വേണ്ടി കാത്തിരിക്കുന്നു. താനിത് എങ്ങനെ എടുക്കും, എങ്ങനെ വിചാരിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. സാർ, അത് പിന്നെ താൻ പെട്ടെന്നൊന്നും പറയണ്ട, ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി. എനിക്കറിയാം താൻ ഒരിക്കലും എന്നോട് നോ പറയില്ലായിരിക്കുമെന്ന്. അതുകൊണ്ട് താൻ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തണം. എന്നിട്ട് എന്നോട് അത് പറയണം. ഞാൻ തൻ്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കാം. പിന്നെ താൻ വിചാരിക്കുന്ന പോലെ എൻ്റെ ഈ പ്രണയം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ. തന്നെ കണ്ട നാൾ മുതൽ എനിക്ക് തന്നോട് വല്ലാത്തൊരു പ്രണയമുണ്ട് എന്നൊക്കെ കൈലാസ് പറയാണ്. സാർ, ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോകുന്നുണ്ട്. മുക്തക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. പ്രിയനും ആകെ വിഷമമാണ്. പ്രിയനും ഇന്ന് തന്നെ പ്രണയം പാർവതി അടുത്ത് പറയാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് കൈലാസ് ആദ്യം പ്രണയം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാർവതി അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കാട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പാർവതി എന്തായാലും കൈലാസിനോട് യെസ് പറയുമായിരിക്കും. പക്ഷെ കൈലാസിന്റെ മനസ്സിൽ നല്ല സംശയത്തിന്റെ ചെറിയൊരു കണിക വീണിട്ടുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, പ്രിയനും അതുപോലെ തന്നെ പാർവതിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈലാസ് ആ രീതിയിലാണ് അവർ രണ്ടുപേരെ മാറി മാറി നോക്കുന്നത്. ഒരു സംശയത്തിന്റെ നിഴലിന്റെ പുറത്ത് മാത്രമാണ് കൈലാസ് ഇപ്പോ പാർവതി അടുത്ത് തന്റെ പ്രണയം പറഞ്ഞിരിക്കുന്നത്. പാർവതി ഇപ്പൊ യെസ് പറഞ്ഞാൽ പോലും അത് നേരെയാവോന്ന് തോന്നണില്ല. കാരണം ആ പ്രിയൻ അവിടെ ഉള്ളിടത്തോളം കാലം പാർവതിനെ സംശയിച്ചുകൊണ്ടേയിരിക്കും കൈലാസ്. പിന്നെ കൈലാസ് ഒരു സംശയരോഗിയാണെന്ന് കഴിഞ്ഞാൽ പാർവതിയും അവിടെ നിൽക്കില്ലല്ലോ. എന്തായാലും ഇന്ന് പ്രിയന്റെ മുമ്പിലും അതുപോലെ തന്നെ മുക്തയുടെ മുമ്പിൽ തന്നെ കൈലാസ് പാർവതിനെ പ്രൊപ്പോസ് ചെയ്യുന്ന എപ്പിസോഡാണ് കേട്ടോ. പിന്നെ അവരെ പുറത്താക്കണമില്ല, ആ ഒരു ഭാഗം ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ കരിനാഗത്തിന്റെയും മുക്തയുടെ മുഖമൊക്കെ ഒന്ന് മാറുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കൈലാസിന്റെ മനസ്സിൽ ചെറിയൊരു സംശയം വന്നിട്ടുണ്ടല്ലോ. ആ ഒരു സമാധാനത്തിലാണ് ഇവരങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് പാർവതിനെ കൈലാസ് പ്രൊപ്പോസ് ചെയ്തപ്പോഴേക്കും അതൊട്ടും തന്നെ അവർക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പാർവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈലാസ് പ്രണയം പറഞ്ഞ ആ ഒരു ഭാഗങ്ങളൊക്കെ പാർവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർവതിയുടെ മനസ്സിൽ കൈലാസിനെ കുറിച്ച് അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പാർവതിക്ക് അത് കേട്ടിട്ട് വലിയ സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.